സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഇന്നലെ ഇതേപോലെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴാണ് ന്യൂസ് 18 വന്ന ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 16 പ്രസവിച്ചു, 14 സഹോദരനാണ് പ്രസവിക്കാൻ കാരണം എന്നുള്ള തരത്തിൽ. അതായത് തമാശയ്ക്ക് അവരെന്തൊക്കെയോ ചെയ്തു. അതിനിടയിൽ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി ഗർഭിണിയായി. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി എന്ന് പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. അതായത് കുട്ടികളുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള തരത്തിൽ പിന്നെ കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഉള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട് കേരളമാണ്. അതായത് കേരളത്തിൽ ഇതുപോലെ പല ഉടായ്പകളും പോലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ പ്രതിയായിട്ട് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മകനെ ബലിയാടാക്കുക, അല്ലെങ്കിൽ മകനാണെന്ന് വരുത്തി തീർക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അങ്ങ് അടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള തരത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവരായാലും ശരി മറ്റുള്ളവരായാലും ശരി ഞങ്ങളുടെ ഒന്നും പ്രായത്തിൽ ഞങ്ങൾക്കിതൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കിതൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങളെങ്കിലും ഇതെല്ലാം അനുഭവിക്കൂ എന്നുള്ള തരത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവരിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത നമ്മളിന്ന് കാണുന്നുണ്ട്. അതിപ്പോൾ അച്ഛനമ്മമാരായി കഴിഞ്ഞാലും ചില അമ്മമാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ഇത് സാധിച്ചിട്ടില്ല, ഇനി നിങ്ങളെങ്കിലും നിങ്ങളുടെ തലമുറയെങ്കിലും നമ്മളെപ്പോലെ ആവരുത് എന്ന്. അതിൻ്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഒരു നല്ല തലമുറയെ വാർത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ ആൾക്കാർ പരിശ്രമിച്ചതുപോലെ ഒരാൾ പോലും പരിശ്രമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. പഴയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അവർ നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയായാലും ശരി ആൺകുട്ടിയായാലും ശരി അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന മറ്റു പല കാര്യങ്ങളും എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ ഒരു അതിർ വരമ്പുകൾ അവർ നിശ്ചയിച്ചിരുന്നു. ഇന്നത്തെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സദാചാരം, അതായത് എന്ത് കാര്യത്തിലും ഒരു സദാചാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്നയോ കോളേജിൽ പോകുന്നയോ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി വേറൊരുത്തിൻ്റെ ബൈക്കിൽ കയറിയിട്ട് എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാൻ പോയി കഴിഞ്ഞാൽ അയൽവക്കത്തുള്ള ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയും ദാ നിങ്ങളുടെ മകൾ ഇന്ന ആളുകൂടെ പോയിട്ടുണ്ട്, അത് ചോദ്യം ചെയ്യാൻ ആളുണ്ടായിരുന്നു, അതുപോലെ തന്നെ അത് ചോദിക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് പറയുന്നത് നിങ്ങളുടെ മകൾ ദാ മറ്റവൻ്റെ കൂടെ ബൈക്കിൽ പോയി കയറിപ്പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയും പറയുന്നൊരു കാര്യമുണ്ട്, എടോ പണ്ടത്തെ കാലമല്ല ഇത്, താനെന്തോടോ അങ്ങനെ കണ്ണുകൊണ്ട് നോക്കുന്നത്, അവർ സുഹൃത്തുക്കളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമ്മുടെ കെയർ ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസികളും നാട്ടുകാരും ഇങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സുവർണകാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് ആ കാലമൊക്കെ പോയിരിക്കുകയാണ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സഹോദരി ഏതാ സഹോദരൻ ഏതാണ് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറയാണ് നമ്മളെല്ലാവരും വാർത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരുടെ കയ്യിലും ഈ മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കാനാണെന്നുള്ള വ്യാജേന ഇവർ മൊബൈൽ ഫോൺ കൈക്കലാക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് എല്ലാവർക്കും റൂമുണ്ട്. പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് ഒരു ഹാളിലോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഒരു റൂമിലോ അല്ല. ഇന്ന് ഓരോരോ ആൾക്കാർക്കും ഓരോ റൂമാണ്. അവിടെ കിടന്നിട്ട് ഇവർ ഈ മൊബൈലിൽ എന്താണ് കാണുന്നത്, ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്, ആരൊക്കെയാണ് വീട്ടിൽ വരുന്നത്, അതായത് ചില അവനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്ന കുട്ടികളുമുണ്ട്. കുറച്ച് നാൾ മുമ്പ് തിരുവനന്തപുരത്തുള്ള ഒരു അച്ഛൻ ഇപ്പോഴും ജയിലിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി 2 മണിക്ക് ഒരാൺ സുഹൃത്തിനാന്ന് പറഞ്ഞ് ഒരുത്തിനെ പിടിച്ച് കയറ്റിയതാണ് വീട്ടിലേക്ക്. അതായത് ഇയാൾ രാത്രി എന്തോ ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോഴേക്ക് ഈ പെൺകുട്ടിയുടെ റൂമിൽ ഇവനെ കണ്ടു. അയാൾ കത്തി എടുത്തിട്ട് അങ്ങ് തീർത്തു അവനാ. അപ്പോൾ അതൊരു വലിയ ഒച്ചപ്പാടായി. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി. ഇതൊക്കെ കണ്ട ഒരച്ഛൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അതായത് അയാൾ വിചാരിച്ച പോലെ കള്ളനങ്ങാറ്റമായിരിക്കും എന്നാണ് അയാൾ വിചാരിച്ചത്. അപ്പം ഇങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലെടുക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ആചാരമാണ്, ഇതിങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇവരുടെ പുറകെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വരും. അതായത് പിന്നെ സദാചാര പോലീസ് വരുന്നു. നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കുണ്ട്, അതായത് ഈ തന്ത വൈവാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മാവനാണ്, 80 ബസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് അന്നത്തെ കാലത്ത് ജനിച്ചവരൊക്കെ ഭാഗ്യവന്മാരാണെന്ന് ഞാൻ പറയുന്നത്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് 90 കാലഘട്ടത്തിൽ ജനിച്ചവരൊക്കെ ഭാഗ്യവന്മാരാണ്, എല്ലാം ആസ്വദിച്ചിട്ടാണ് അവർ വളർന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയില്ല.
നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വായിക്കുമ്പോഴും പത്രങ്ങളിൽ വായിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല രസമാണ്. ഇപ്പോഴും 16-കാരി പ്രസവിച്ചു, 14-കാരനാണ് അതിൻ്റെ ഉത്തരവാദി. അതായത് 14-കാരൻ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അനുജനാണ് അതിൻ്റെ ഉത്തരവാദി. ഇത് കേൾക്കുന്നവർക്കൊക്കെ നല്ല രസമാണ്. അല്ലെങ്കിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റുകൾ പറയാം, ഇതൊക്കെ പറയാം. പക്ഷേ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതുപോലെയാണ് നമ്മൾ പലതിനെ പറ്റിയും പറയുമ്പോഴും നമ്മുടെ വീട്ടിൽ നടക്കാതെടുത്തോളം കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കെട്ടുകഥകൾ പോലെയാണ്. പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് ഒരുപാട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും വൃത്തികേടുകൾ തന്നെ പല സ്ഥലങ്ങളിലും കാണിക്കുന്നുണ്ട്. അതെല്ലാവർക്കും നിങ്ങൾക്ക് തന്നെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ ഇതൊന്നും പുറത്തു പറയാൻ ആരും തയ്യാറല്ല. കാരണം പേടിച്ചിട്ട് തന്നെയാണ്. കാരണം ഇതൊന്നും പുറത്തു പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, എന്ത് കരുതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഇതിൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് കുറേ എണ്ണം വരും. ഇനി ഇതുപോലെയുള്ള ഈ വെട്ടുകിളി കൂട്ടങ്ങൾ എന്ന് പറയുന്ന കുറേ എണ്ണം വരും. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ അവരിലേക്ക് അടിച്ച് ഏൽപ്പിക്കുന്ന തരത്തിൽ ഈ വൃത്തികെട്ട പരിപാടികളുണ്ട്. അതായത് ഇതൊക്കെ ആവശ്യമാണ്. നമ്മളുടെ തലമുറ ഇതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ച് വളർന്നോ മക്കളെ എന്നുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ട് എങ്ങനെ കയറൂരി അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ഇതുപോലെ ഈ 16-കാരിയും പ്രസവിക്കും. അതിൻ്റെ പ്രതിയായിട്ട് ചിലപ്പോഴും സ്വന്തം സഹോദരനും വരുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇപ്പം ചില ആൾക്കാർ പറയുന്ന പോലെ ആൺ സുഹൃത്തുക്കളുടെ കൂടെ എൻ്റെ മക്കൾ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ അങ്ങനെ പോയിക്കോട്ടെ. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, നല്ല നിലയിൽ വളർത്താൻ ശ്രമിക്കുക, നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിർവരമ്പുകൾ നിശ്ചയിക്കുക. ഇതൊക്കെ ചെയ്യണം അവിടുന്ന്. കാരണം പണ്ടത്തെ എല്ലാ കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പീരീഡ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ മാറി താമസിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാവരും എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തുന്നുണ്ട് എല്ലാവരെയും. അതുപോലെയുള്ള ആചാരങ്ങളൊന്നും തിരിച്ചു കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ പണ്ടത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചു അതൊന്നുമല്ല പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മൂല്യങ്ങൾ, അതാണ് നമുക്കൊരു മൂല്യമുണ്ട്. ആ മൂല്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. നമ്മളൊന്നും അമേരിക്കയിലൊന്നും അല്ല വളരുന്നത്. ഈ അമേരിക്കൻ സംസ്കാരമാണ് ഇവിടെ വേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ വേണ്ടത് ചുംബന സമരമാണ്. മണ്ണാങ്കട്ടയാണ് ഇവിടെ വേണ്ടത്, ചുംബന സമരം ഇവിടെ വേണ്ടത്. ഇവിടെ ആരെ മര്യാദക്കുള്ള ഒരു പെൺകുട്ടി അന്ന് പോയിട്ട് അവിടെ ചുംബിച്ചിട്ടുണ്ടോ? അവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ വേണ്ടത് ചുംബന സമരവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇവിടെ നല്ല രീതിയിൽ പഠിക്കുക, പോയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജോലി ചെയ്യുക. ഏതെങ്കിലും രാജ്യത്തായാലും ശരി, ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഭാവിയുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിങ്ങനെ പൊട്ടക്കിണറ്റിലെ തവളേനെ പോലെ ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങിയാൽ മതി, ഈ സുഖം മതി എനിക്ക്, ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ നടന്നോളാം എന്നുള്ള തരത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുട്ടിച്ചോറാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് ഇവിടെ നടക്കണമെന്ന് വിചാരിച്ച് ഇവിടെ ഒരുപാട് ആൾക്കാർ രാവ് പകൽ ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ സമത്വം വേണം, തുല്യത വേണം, അതൊക്കെ നടന്നോട്ടെ. അതിലൊന്നും ഒരു കാര്യമില്ല. ഒരാളുടെയും അടിമയായിട്ട് ജീവിക്കാനോ അങ്ങനെ ഒന്നും വേണ്ട. പക്ഷേ നമ്മൾക്കൊരു കുടുംബം വാർത്തെടുക്കണമെങ്കിൽ അതിൻ്റേതായ മൂല്യം വേണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീലിച്ചേ പറ്റൂ. അതിനൊരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അയാളെ അമ്മാവും മാറുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നുമല്ല, അവരുടെ ആ ഒരു വാക്കെങ്കിലും നമ്മൾ അനുസരിച്ച് ജീവിക്കണം എന്നാണ് പറയാനുള്ളത്. പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാകും. സഹോദരിമാരുണ്ടാവും, സഹോദരന്മാരുണ്ടാവും, മുറപ്പെൺകുട്ടികളുണ്ടാവും. അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ വിരുന്നുകാരെല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാണ്. എല്ലാവരും ചിലപ്പോൾ കിടന്നുറങ്ങുന്നതൊക്കെ ഒരു റൂമിലായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഇതിലായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ നമ്മുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ മുത്തശ്ശന്മാരുണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇവരെയൊക്കെ അടിച്ചു ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ തലമുറ ശ്രമിക്കുന്നത്. ഇന്ന് ആർക്കും മുത്തശ്ശൻ വേണ്ട, മുത്തശ്ശി വേണ്ട, വേറെ ഒന്നും വേണ്ട. ഇപ്പോഴത്തെ മലയാള സിനിമ തന്നെ നിങ്ങൾ എടുത്തു നോക്ക്. അവിടെ അമ്മമാരുണ്ടോ അല്ലെങ്കിൽ അച്ഛന്മാരുണ്ടോ? ഒരാളുമില്ല. അവിടെയുള്ളത് ആരാണ്? കൂടുതൽ സുഹൃത്തുക്കൾ മാത്രമാണ് ഇന്നത്തെ സിനിമയിൽ പോലും ഉള്ളത്. പണ്ടങ്ങനെയല്ല. പണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ നോക്കാനുള്ള ഇങ്ങനെയുള്ള ആൾക്കാരും അപ്പോഴും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമൊക്കെ സ്വർഗമായിരുന്നു. പണ്ട് ഈ അവിഹിതങ്ങളില്ല, അതുപോലെ ഈ അനാവശ്യമായിട്ടുള്ള ഈ പ്രസവങ്ങളില്ല. ഇതുപോലെയുള്ള ഈ വീട്ടിലെ അവസ്ഥ ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു 14-കാരനാണ് ഇതിൻ്റെ പ്രതിയെങ്കിൽ ആ 14-കാരൻ കാരണമാണ് ആ സഹോദരി പ്രസവിച്ചതെങ്കിൽ അവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിയന്ത്രണം തീർച്ചയായിട്ടും നിയന്ത്രണം വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടുക തന്നെ ചെയ്യും. നമ്മുടെ വീട്ടിൽ നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്. അല്ലാതെ ചുംബന സമരവും മറ്റേ ഇതുമായിട്ട് നടക്കുന്ന കുറേ എണ്ണം വന്നിട്ട് ഇതാണ് ഈ ലോകം, എവിടെയാണ് സ്വാതന്ത്ര്യം, ഇതാണ് സ്വാതന്ത്ര്യം എന്നൊന്നും പറയുന്നതല്ല. സദാചാരം പറയുന്നതാണെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ 16-കാരിൻ്റെ അവസ്ഥ ഇല്ലാതിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.